നമുക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ ടെലിവിഷൻ സീരിയൽസ് മാറിക്കൊണ്ടിരിക്കുകയാണതാ. ഇപ്പോൾ മഴ തോരും മുമ്പേയുടെ കാര്യമൊക്കെ പറയുമ്പോൾ അതൊരു സിനിമാറ്റിക് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് പറയാം. ഇനി വരുന്ന സീരിയലുകളുടെ സെക്കൻഡ് പാർട്ടുകൾ OTT പ്ലാറ്റ്ഫോമുകളിൽ എത്തുന്ന കാലത്തിലോട്ട് കടക്കുകയാണ്. മലയാളി മനസ്സിലേറ്റിയ ഒരു സീരിയൽ, ആ സീരിയലിന്റെ സെക്കൻഡ് പാർട്ട് അത് നമ്മുടെ ഹോട്ട്സ്റ്റാറിലായിരിക്കും ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സീരിയലിന്റെ പേര് പറയുന്നതിന് മുമ്പ് അവർ അതിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു മൈൽ സ്റ്റോണും കൂടി നേടുകയാണ്. അതായത് ഒരു സീരിയലിന് ആദ്യമായി ഒരു ഓഡിയോ ലോഞ്ച്. ആ സീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള ഗാനങ്ങളുടെ ഓഡിയോ ലോഞ്ച് ഇന്ന് സംഗീതത്തിന്റെ ഏറ്റവും വലിയ ഫ്ലോറായ നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ ഫ്ലോറിൽ വച്ച് നടത്താൻ പോവാണ്. സീരിയലിന്റെ പേര് പവിത്രം 2. ആ ഓഡിയോ ലോഞ്ചിന് എത്തുമ്പോൾ നമുക്കും അത് ഭയങ്കര പേഴ്സണലാണ്, സ്റ്റാർ സിംഗറിന് ഭയങ്കര പേഴ്സണലാണ്, അല്ലേ വർഷ? അതായത് നമ്മുടെ ഈ ഒരു സീരിയലിൽ 5 പാട്ടുകളാണ് പറയുന്നത്. 5 പാട്ടിൽ 3 പാട്ടുകൾ നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ കുടുംബത്തിൽ നിന്നുള്ള പാട്ടുകളാണ്. ആദ്യം ഞാൻ ഇതിന്റെ ആൾക്കാരെ ഇങ്ങോട്ട് വിളിക്കാം. ആദ്യം ഇതില് വിക്രമും വേദയാണല്ലോ മെയിൻ ക്യാരക്ടേഴ്സ് പവിത്രത്തിലെ. ശ്രീകാന്തിനെയും സുരഭിയെയും വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ദ പ്രൊഡ്യൂസർ രമാദേവി ആൻഡ് ഗിരീഷ് കുമാർ, the writer and lyricist, ഗോകുൽ ശ്രീകണ്ഠൻ, the music director, മിഥുൻ മലയാളം, the music director. മലയാളികളുടെ പ്രിയപ്പെട്ട വിക്രമും വേദയും ഇനി OTT-ലൂടെയും കൂടി ലോകമെമ്പാടും എത്താൻ പോവാണ്. ആദ്യമേ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദാറ്റ്. വലിയൊരു വെയിറ്റിംഗ് ആണ് ഓഡിയൻസിന്റെ കുറെ സമയത്ത്. അപ്പൊ അതിന്റെ ഒരു വിരാമം വരാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ തന്നെ അതിന്റെ ഒരു ഓഡിയോ ലോഞ്ച് കിട്ടിയതിൽ ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം. നമുക്ക് നമ്മുടെ പ്രിവിലേജ് അല്ലേ സുരഭി? ഡബിൾ ഹാപ്പിനെസ് ആണ്. ഒത്തിരി നാള് ആഗ്രഹിച്ച ഒരു കാര്യമാണ് സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ വരണമെന്ന്. അതും നടന്നു. ആൻഡ് അത് നമ്മൾ ഗുഡ് ന്യൂസ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. സീസൺ 2 ജിയോ ഹോട്ട്സ്റ്റാറിൽ വരികയാണ്. നല്ല രീതിയിൽ നമുക്ക് ഇനിയും ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ഏഷ്യാനെറ്റ് ഒരുക്കി തന്നു. അതാണ് ക്വാളിറ്റി വൈസും ഒക്കെ അല്ലേ ഭയങ്കരമായിട്ട് നിങ്ങൾ വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോവാണ്. പ്രൊഡ്യൂസറിന് അത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ടെൻഷൻ തോന്നുന്നുണ്ടോ? ടെൻഷൻ ഇല്ല, സന്തോഷമാണ്. സീരീസ് ആയിട്ട് മാറ്റുമ്പോൾ എന്തൊക്കെയാ മാറ്റം വരാൻ പോകുന്നത്? OTT-ല് മേക്കിങ്ങിൽ ഒരുപാട് മാറ്റമുണ്ട്, സ്ക്രിപ്റ്റിംഗിൽ ഒരുപാട് മാറ്റമുണ്ട്. OTT-ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സീരിയൽ പാറ്റേൺ അല്ല. LRS എന്ന് പറഞ്ഞ കാറ്റഗറിയാണിത്. ശരിക്കും ഒരു വെബ് സീരീസ് അല്ല, ലോങ് റണ്ണിംഗ് സീരീസ് എന്ന് പറയും. അപ്പം നോർമൽ സീരിയലിനേക്കാൾ ഒരുപടി മുന്നിലാണ് ടെക്നിക്കൽ ക്വാളിറ്റിയും സ്ക്രിപ്റ്റിംഗും മേക്കിങ്ങും എല്ലാം. അല്ല, അത് പറയുമ്പോ സീരിയലുകളും സിനിമകളും ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നു. ഗിരീഷേട്ടാ, ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു ലാൻഡ് മാർക്ക് ആണല്ലോ. കാരണം ഇതുവരെ എനിക്ക് തോന്നുന്നില്ല, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരുപക്ഷെ ഒരു സീരിയലിന് സെക്കൻഡ് പാർട്ട് സിനിമയായിട്ടുണ്ട്. മിഖായലിന്റെ സന്തതികൾക്ക് 2ാം ഭാഗം പുത്രൻ വന്നിട്ടുണ്ട്. പക്ഷെ സീരിയലിന്റെ ഒരു 2ാം ഭാഗം ഒരു OTT പ്ലാറ്റ്ഫോമിൽ പോകുന്ന ആദ്യമായിട്ടാണ്. OTT-ലോട്ട് പോകുന്നു എന്ന് പറയുന്നത് സന്തോഷം, വലിയ സന്തോഷം. അതിനേക്കാൾ വലിയൊരു സന്തോഷം, ഞാൻ ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്ന സീരിയലിൽ ശമനതാളത്തിൽ അന്ന് പാടാനുണ്ടായിരുന്ന ആളാണ് ചിത്ര ചേച്ചി. മൺമിണിയിൽ മഴ ശ്രുതി ഉയർത്തിയെന്ന സിനിമ എന്ന പാട്ട്. പിന്നെ സിനിമ ചെയ്തപ്പം അമൃതത്തിൽ ഓ സൈനബ എന്നുള്ള പാട്ട് പാടി. പിന്നെ ഗദ്ദമയിൽ, പിന്നെ ആദ്യമായിട്ട് ആ പാട്ടോടെ എഴുതിയപ്പോൾ അതും ചേച്ചിയാണ് ആദ്യം പാടിയത്. ഇതിലെ രാച്ചിലമേൽ എന്നുള്ള പാട്ട്. ഒരു വലിയ ഇതിഹാസത്തിന്റെ കൂടെ ജീവിതം മുഴുവൻ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷം. അതിൽ പരം വലിയ ഭാഗ്യം എന്താണ്? നമ്മുടെ 2 മ്യൂസിക് ഡയറക്ടേഴ്സ് നിൽക്കുന്നു. മിഥുൻ, വെൽക്കം. മിഥുൻ മലയാളം, അങ്ങനെയാണ് പേരിട്ടേക്കണേ? ഞാൻ മലയാള അധ്യാപകനാണ്, അതുകൊണ്ടാണ് അത് രണ്ടും കൂടെ മൊത്തം മലയാളം നിങ്ങൾ ഏറ്റെടുക്കുന്നുള്ളതാണ്. മിഥുൻ, എങ്ങനെയാണ് ഇതിന്റെ പാട്ടുകള്? 5 പാട്ടുള്ള ഒരു സീരിയലൊക്കെ ഇന്ന് ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പം അതൊരു സന്തോഷമാണ്. പാട്ടുകൾ ജനങ്ങളെ ഏറ്റെടുക്കുക, നല്ല പാട്ടുകൾ കേൾക്കാൻ ആൾക്കാരുണ്ടെന്ന് ഉള്ള സന്തോഷമാണ് മ്യൂസിക് കമ്പോസർ എന്ന നിലയിൽ. ഗോകുൽ, അതെ, ഇതില് രാച്ചിലമ്മയിൽ എന്ന് പറയുന്ന ഒരു പാട്ടാണ് ഞാൻ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ചിത്ര ചേച്ചിയാണ് അത് പാടിയിരിക്കുന്നത്. ഞാൻ അനുശ്രീ ഉണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഡ്രീം മൊമെന്റ് ആയിരുന്നു. ചിത്ര ചേച്ചി എന്ന് പറയുന്ന വലിയൊരു ലെജൻഡിനെ കൊണ്ട് പാടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീം മൊമെന്റ് ആയിരുന്നു. ഞാൻ ആ ലോഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങളെയും ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അതുപോലെ മഴ തോരും മുമ്പേയുടെ ടീം, പിന്നെ അനുശ്രീയും നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ഇവരെല്ലാവരോടും ഒപ്പം ഒരാളെയും കൂടി വിളിക്കേണ്ടതുണ്ട്. ഒരു ഹമ്മിങ് ആണ് പാടിയിരിക്കുന്നത്. നമ്മുടെ കൃഷ്ണശ്രീയും കൂടി ഉണ്ട് ഇതിനകത്ത്. കൃഷ്ണശ്രീയും കൂടി സ്വാഗതം ചെയ്യാം. ചേച്ചി, ഐശ്വര്യമായിട്ട് ഇവർക്ക് വേണ്ടി നമുക്ക് ആ ലോഞ്ച് നടത്താം.
LRS. ഈ വാക്ക് ഇനി ഓർത്തു വെച്ചോ. OTT പോലെ ഇനി വളരെ ഫേമസ് ആവാൻ പോകുന്ന വാക്കാണ് ലോങ് റണ്ണിംഗ് സീരീസ്. അമ്മ കിളി കുഞ്ഞോളെ അമ്പിളി കണ്ടുറങ്ങ്, ചുരിളം പാൽ ചുണ്ടുകളിൽ നീല നീല മുത്തമിടാ, മുകിലോ പാടും മാവാവോ ചെറുകാറ്റോതും താരാട്ടോ, നെഞ്ചിൽ ചായുറങ്ങ് ഇങ്ങുതരാൻ അമ്മ വരും നിറമാണേ, പുഞ്ചിരിയിൽ പൊൻകിനാവിൻ നീ ചായുറങ്ങ്. കലകി ഇന്നലെ പാടിയിട്ടല്ലേ ഉള്ളൂ. സൂപ്പർ 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 മോളെ, സൂപ്പർ കേട്ടാ. ഗിരീഷേട്ടാ, പാട്ടുകൾ ഇപ്പൊ പറഞ്ഞ പോലെ എത്ര പാട്ടുകളാണ് ഇപ്പൊ പറഞ്ഞത്? 5 പാട്ടുകളുണ്ട്. 5 പാട്ടുകളുണ്ട്. സിനിമ എഴുതണ പോലെ എഴുതിയല്ലേ? അതെങ്ങനെയാണ്? സിനിമയിൽ ഇതുവരെ പാട്ട് എഴുതിയിട്ടില്ല. അല്ലല്ല, അതേട്ടാണ് സീരീസിന് പാട്ട് എഴുതി. 5 പാട്ടിൽ 4 പാട്ട് ഞാനാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റും ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതും ആലോചിച്ച് നോക്കണേ. ചിത്ര ചേച്ചിയും ഒപ്പം സ്റ്റാർ സിംഗർ സീസൺ 9 അനുശ്രീയും ഒന്നിച്ച് ഒരു പാട്ട്. അതൊരു ഭയങ്കര വലിയ മൊമെന്റ് അല്ലേ? ആലോചിച്ച് നോക്കും. രാജില്ലമേൽ ചായുന്നിതാ മുറിവാർന്ന ചന്ദ്രിക, രാമാരിയിൽ നനയുന്നിതാ മുറിവേറ്റ പൈങ്കിളി, മായും മഴവിൽ ഓർമ്മയിൽ മുറിവാർന്ന ചന്ദ്രിക, രാമാരിയിൽ നനയുന്നിതാ മുറിവേറ്റ പൈങ്കിളി. Wow! Beautiful song. Beautiful song. Gokul. Amazing music. സത്യം പറഞ്ഞ ചേച്ചി ഫസ്റ്റ് ലൈൻ പാടിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് രോമാഞ്ചം കൊണ്ടു. എനിക്കറിയില്ല, ഞാൻ വിചാരിച്ചു ഞാനിവിടെ ഇങ്ങനെ കറങ്ങി വീഴും. ഒരു ഫീലായിപ്പോയി. ഭയങ്കര ഒരു എന്താ പറയാ ചേച്ചി, വാക്കുകളില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്, സ്നേഹം നിറഞ്ഞ എല്ലാ പ്രേക്ഷകരും ഇത് കാണണം. തീർച്ചയായിട്ടും എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. Definitely. അപ്പോൾ officially we are launching the music of Pavitram Part 2, a long running series on Jio Hotstar.
താങ്ക് യു എവ്രി വൺ, താങ്ക്സ് എ ലോട്ട്, താങ്ക് യു.